അതായത് ഉമേശേട്ടാ, തേങ്ങ ഞാൻ നാളെ അവിടെ എത്തുന്നു. ഞാൻ നാളെ അവിടെ എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അത് കൊണ്ടുപോയി വിൽക്കുന്നു. ഓക്കെ, അത് ഇടാനുള്ള ആളെ വേണമെങ്കിൽ നാളെ വിളി. കൊലയുടെ കാര്യം അങ്ങനെ തന്നെ. കുഴിയ ഏത് കുഴി? തെക്കേപ്പുറത്താ? എന്താ കുഴി? കുഴി ടബ് മാന്താൻ? കുഴി മാന്താൻ, കുഴി മാന്തി പറക്കെടുക്കാൻ അമ്മൂമ്മ വരുമെന്ന് അല്ല. വേണ്ട. അതായത് കുഴി ഉമേശേട്ടൻ മാന്തന്ന അമ്മൂമ്മ അമ്മൂമ്മ മോളിട്ട് എടുക്കാനല്ലെന്നാ? എന്റെ ഉമേശേട്ടൻ എനിക്ക് അറിഞ്ഞില്ല. ഇവിടെ കിടന്ന് എന്തൊക്കെയൊക്കെ കാണിക്കണ്, സംസാരിക്കത്തില്ല. അയ്യോ, അസുഖമല്ല, അമ്മൂമ്മയുടെ സ്ഥിരം പരിപാടി മൗനവ്രതം. ഉമേശേട്ടൻ പറഞ്ഞെന്തറിയോ? അമ്മൂമ്മ മൗനവ്രതം എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് സ്വസ്ഥത കാണുമെന്ന്. അല്ലാതെ ഉമേശേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച് മൗനവ്രതം പൊളിഞ്ഞെന്ന്. മത്തങ്ങ, കുമ്പളങ്ങ, തേങ്ങ മുമ്പേ പറയണം. തേങ്ങ, തേങ്ങ. അമ്മൂമ്മ കേറി പോയിട്ട് തേങ്ങ അമ്മൂമ്മ പോയിട്ട് കൊടുത്താ മതി. തേങ്ങ അമ്മൂമ്മ പോയിട്ട് കൊടുത്താ മതി എന്ന് ഞാൻ ഉമേശിന്റെ അടുത്ത് പറയണം അല്ലേ? ഒരു തേങ്ങയുടെ കാര്യം പറയാനാണ് അമ്മൂമ്മ ഇത്ര ആക്ഷൻ കാണിച്ചത്. അമ്മൂമ്മ ഇരി, സമാധാനം. നീ നാളെ കടലിൽ പോകുന്നുണ്ടാ? സന്നഡേ പോകുന്നുണ്ട്. എടാ, എന്നെ കൂടെ കൊണ്ടുപോടാ പ്ലീസ്ഡാ. എത്ര നാളെന്നറിയാം അമ്മൂമ്മ അവിടെ പുഴയുടെ കരയിലും പറമ്പിലൊക്കെ വെറുതെ തെക്കും വടക്ക് നടന്നിട്ട്. ഇതൊരു ഫീലല്ലേ അവിടെ? നന്നായിരിക്കും. മഴ പെയ്ത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. വിശപ്പാമ്പാ കൊത്തി തരും. ஐயோ, நம்ம படவலம் வீடா இப்படி ஆயிருக்கு. கஷ்டம்ல. കേശവേ, ഞാൻ പറയുവാണെങ്കിലേ പടവലത്തെ നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഒഴിച്ച് ബാക്കി പറമ്പും പാടവും കൃഷിസ്ഥലവും എല്ലാം അങ്ങോട്ട് വിൽക്കണം. അല്ല, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. ആ സ്ഥലമൊക്കെ വിറ്റ് ബാങ്കിലിടുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടൂലേ, സുഖമായിട്ട് ജീവിച്ചൂടെ? ഇപ്പൊ തന്നെ ആ വീടിന്റെ അവസ്ഥ നോക്കിക്കേ. ആരും അങ്ങോട്ട് കേറി ചെല്ലുന്നില്ല, നേരെ ചൊവ്വേ നോക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പുറകിലത്തെ വശമൊക്കെ പകുതി മുക്കാൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ചേച്ചി? ഒന്നൊരിക്കലും നമ്മുടെ തറവാടല്ലേ, അങ്ങനെ വിറ്റുകളയാനൊക്കെ പറ്റുമോ? ചേച്ചി പറഞ്ഞതിലാ സത്യം. എങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന എങ്ങനാ? ചേച്ചി പറഞ്ഞാലേ വിൽക്കുന്നതാ നല്ലത്. അത് മാസം നല്ല ചിക്കിളി കിട്ടുക, നിനക്ക് എന്ത് കുളിക്കോ? അല്ല, എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. പിന്നെ നിനക്ക് കൃഷി ചെയ്യാൻ തരുന്നേക്കാട്ടിലും ഭേദം ചേച്ചി പറഞ്ഞ പോലെ തന്നെ വിറ്റ് കളയുന്നതായിരിക്കും. അതാവുമ്പോഴത്തേക്കും മാസം ബാങ്കിൽ നിന്ന് വലിയ ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് 1 അല്ല 10 കുടുംബത്തെ നല്ല സുഖമായിട്ട് ജീവിക്കാം അല്ലേ? കൃഷി ചെയ്യാൻ നടക്കണവേ. ഇങ്ങനൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് എന്താ പറയാഞ്ഞേ? அப்படி உங்ககிட்ட சொன்னா என்ன நடக்கும்? சொன்னா ഞാൻ എന്നെ നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് ഈ സമയം സ്ഥലം വിറ്റ് കാശ് അക്കൗണ്ടിൽ കിടന്നേ. അമ്മൂമ്മ മൗനവ്രതത്തിലായതും കൊണ്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മൂമ്മ ഇടയ്ക്ക് കയറി ഉടക്കുണ്ടാക്കൂലേ. அப்படின்னா நான் ஒன்னு சொல்லட்டா? எனக்கு தரேன்னு சொன்ன 10 சென்ட் இருக்குல்ல, அதோட காசா இப்பவே கொடுத்துடுங்க. நான் ബാങ്കിലെ പോട്ട് അതോടെ ഇൻട്രസ്റ്റ് ഞാൻ എടുത്തുക്കറേ. എന്റെ പൈസ ബാങ്കിൽ ഇട്ടേക്കണം. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടേ അടിച്ചു പൊളിക്കാനുള്ള പൈസയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു തരി ഭൂമി ഞാൻ ജീവിച്ചിരിക്കുമ്പോ വിൽക്കാൻ സമ്മതിക്കത്തില്ല. മൗനവ്രതം പൊളിഞ്ഞേ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ എന്റെ മൗനവ്രതം പൊളിക്കാനുള്ള ഇടവായിരുന്നില്ലയോ? ഞാൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകും, എന്നിട്ട് നേർച്ചയിടും. ആദ്യം ലച്ചു മൗനവ്രതം എടുക്കണം. അത് കഴിഞ്ഞ്
കേശു, അത് കഴിഞ്ഞ് ശിവ, അത് കഴിഞ്ഞു പാറു. വാ സമാധാനം ഞാൻ തപ്പിച്ച. സമാധാനം. നീ ഒരാഴ്ച മാമന വ്രതം എടുക്കാൻ വേണ്ടിട്ട് ഞാൻ നേർച്ച. അമ്മ ഒരു കമ്മയില്ല.